Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും എന്നല്ലേ ചൊല്ല്. ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയോ? അപ്പോൾ കഴിച്ചു കഴിഞ്ഞവർക്ക് എന്ത് കിട്ടണം? കിടക്കാനായിട്ട് പായ കിട്ടണം. ഇനി കഴിക്കാത്തവർക്കാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇല കിട്ടണം. അപ്പോൾ ഒരാൾക്ക് ഒന്ന് കിട്ടുമ്പോൾ മറ്റൊരാൾ വേറൊന്നിന് വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഈ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും അവസ്ഥ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരുടെ അവസ്ഥ ഒന്നല്ല, വ്യത്യസ്തമാണ് അല്ലേ? ഇപ്പോൾ ഭക്ഷണമുള്ളവന് അതിനേക്കാൾ വലിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ആഗ്രഹം. പക്ഷേ വിശക്കുന്നവന് ഒരു നേരത്തെ അന്നമായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പാഠഭാഗം വായിച്ചതിന് ശേഷം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ ആസ്വാദനം നമുക്ക് നോക്കാം. പ്രത്യാശയുടെ കിരണങ്ങൾ. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാഡി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിൻ്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. പുല്ല് തിന്നാറുണ്ടോ? രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു. സർ, ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണ് ഞാൻ. സർ, അച്ഛനമ്മമാരെയും ഭാര്യാമക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ചങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ശരി, പൊയ്ക്കോളൂ. സന്തുകുമാർ പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണമോതിരങ്ങൾ, വില പിടിച്ച സെൻറ്റിൻ്റെ പരിമളം, ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തുകുമാറിൻ്റെ ഒപിയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. ഹാ ഹാ ഹാ. ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു. പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്കെന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിലെന്നാണ് പഞ്ചസാര ഉണ്ടാവുക? ധനികൻ്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട്. പലരും യവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി? ധനികൻ്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു. ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. സന്തു, നിനക്കറിയാമോ അതൊക്കെ? സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ. ഒപിയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി.